സെപ്റ്റംബർ മാസം 14-ാം തീയതി ഉംറയ്ക്ക് വന്നത്. അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു 10,000 സ്വലാത്ത് ചൊല്ലി തീർക്കാം. ആ ചൊല്ലി തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം. ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സംരംഭത്തിൽ ഒരു 1000 രൂപ നിയത്താക്കി അയക്കുക. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉംറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ്. ഞാൻ പറഞ്ഞു 85 പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തിരഞ്ഞെടുത്ത് ഉംറയ്ക്ക് വിടണം. ആ 85 പേരും ഒരാൾ 1000 രൂപ വെച്ച് 85 പേര് തരികയാണെങ്കിൽ ഒരാളെ നമുക്ക് ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വിടാമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ് ഇപ്പൊ അത് 85 കൂടുതൽ ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടല്ലോ അല്ലേ, കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്യിദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തെര്യപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയാണ്. ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ്. ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ്, എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളാണ്, സാധുവാണ്. പക്ഷെ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം, ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല. പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തെയുള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്തഅല്ലിം എന്നുള്ള നിലക്ക്, നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലക്ക് ഇത് പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണും. അതിൽ ആ സാധുവായ മുത്തഅല്ലിം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, 85,000 രൂപക്ക് ഉംറക്ക് കൊണ്ടുപോകും. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉംറക്ക് കൊണ്ടുപോകുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉംറ ചെയ്യാം. ബാക്കി 84 പേരും നിരാശരാണ്. ഇത് ലോട്ടറി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉലകത്തിൽ വേറെ ഏതാണ് ലോട്ടറി? നിങ്ങളും ചിന്തിച്ചു നോക്ക്, നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ ഏതാ ലോട്ടറി? 85,000 രൂപക്ക് ഉംറ, അതിന് സൗജന്യ ഉംറ എന്നാണ് പറയുന്നത്. ഇതിൽ വിജയിയാകുന്ന സ്ത്രീ, ആ സ്ത്രീ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൗജന്യമല്ല, അതൊരു വിഷയമേ അല്ല. പോട്ടെ, അത് പോട്ടെ. 85 പേര് 1000 രൂപ വെച്ച് അയക്കണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉംറ ചെയ്യാം. ബാക്കി 84 പേര് നിരാശരാണ്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം? ഞാൻ പറയുന്ന എൻ്റെ ഉമ്മമാരങ്ങ് വിട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈമാനോടുകൂടിയുള്ള മരണവും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ദുർബലരാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ. നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ, ഇശാ മഗ്‌രിബിന്റെ ഇടയ്ക്ക് നിങ്ങൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും വിശുദ്ധമായ ഖുർആൻ, അതൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുക. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ഓൺലൈൻ മജ്‌ലിസുകളെയും തിരസ്കരിക്കുകയല്ല, എല്ലാം മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമില്ല. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക്